സാർ നമ്മളിപ്പം ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞാൽ ഇപ്പം ഈസി ഇപ്പം OBC NCL നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യേണ്ടതിലേക്ക് വരുമ്പോൾ ഉള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് പ്രശ്നം? നമ്മൾ സാധാരണ ഇപ്പോൾ 2025 JEE പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി, ഒരു രക്ഷിതാവ് കയ്യിൽ കരുതുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ 10th SLC ബുക്കിന്റെ 10th സർട്ടിഫിക്കറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ ഫോട്ടോഗ്രാഫ്. അത് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു സൈസൊക്കെ നോക്കിയിട്ട് അത് ഒരു മാക്സിമം ഒരു 150 KB ഉള്ളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ സിഗ്നേച്ചറും ഐ തിങ്ക് ഒരു 30 KB അകത്താക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നെയിം ചെയ്യാനും പറഞ്ഞിട്ട് ഫയലിന് നെയിം ചെയ്തിട്ട്. അപ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അതിന്റെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനില്ലെങ്കിലും കൃത്യമായിട്ടും അത് നൽകുന്ന അതോറിറ്റിന്റെ പേര്, അതിന്റെ നമ്പർ, ഡേറ്റ് ഒക്കെ വേണം. അപ്പം ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സാർ, ഇതിൽ വന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും ജനറലായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ എന്നിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്യാം? നോൺ ക്രൈം ലെയർ വാങ്ങിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാം. അത് സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഒരിക്കലും പോസിബിൾ അല്ല. കാരണം കാറ്റഗറി മാറ്റുക എന്നുള്ള കാര്യം വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ്. പറ്റില്ല, ഇമ്പോസിബിൾ. ഒരിക്കലും പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളതിന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ OBC NCL എനിക്ക് തോന്നുന്നത് 27% ആണ്. 27% സംവരണമാണ് OBC NCL ഉള്ളത്. അപ്പോൾ സാധാരണ എന്തെന്ന് ആലോചിച്ച് നോക്കി, ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കുട്ടി ജനറൽ വിഭാഗത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ് റാങ്കിലും ഇതിലൊക്കെ ഉണ്ടാവുക അഡ്മിഷൻ പ്രോസസ്സിൽ. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? OBC NCL നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ സാറേ, നമുക്ക് ഇമെയിൽ ഐഡിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ തോന്നുന്നു. 2 ഇമെയിൽ ID നിർബന്ധമായിട്ട് വേണം. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പോകുന്ന സമയത്ത് രസകരമായ ഒരു കാര്യം, കുട്ടികൾ ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ട് അവിടെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട് സാറേ, അതിന്റെ പാസ്വേഡ് ഞങ്ങൾക്ക് അറിയില്ല സാർ, എപ്പോഴും ഉണ്ടാക്കിയാണ്. അതേപോലെ തന്നെ ഈ മൊബൈൽ നമ്പറിലേക്ക് OTP എവിടെയുള്ള മൊബൈൽ നമ്പറാണ്. ഇപ്പൊ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കം പേരിൽ ഇവർക്ക് ഒരു ഇപ്പം നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കേണ്ടതൊക്കെ SSLC സർട്ടിഫിക്കറ്റിന്റെ ബേസ് അല്ലെങ്കിൽ ക്ലാസ് 10 മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇവർക്ക് ഒരു ID കാർഡ് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യം നമ്മുടെ പേര്, ഇപ്പോൾ രേഖ രാജേഷ് കെ, ഒരു കുട്ടിയുടെ പേര് രേഖ രാജേഷ് കെ. അത് ആ കുട്ടി SLC ബുക്കിലുള്ളത് പ്രകാരം 10th സർട്ടിഫിക്കറ്റ് പ്രകാരം രേഖ REKH രേഖ രാജേഷ് കെ എന്ന് നമ്മുടെ ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഇഷ്യൂ വരുന്നത് അതിൻ്റെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ കുട്ടിയുടെ ഒരു വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. അതിന് മോസ്റ്റ് ഓഫ് ദ കേസ് ആധാർ കാർഡാണ് കുട്ടി കൊടുക്കുക. പക്ഷെ പല കേസിലും ഈ ആധാർ കാർഡിലെ നെയിമും ഈ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ SLCന്റെ നെയിമും SLC സർട്ടിഫിക്കറ്റ് നെയിമും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി അതേ വ്യത്യാസം, ഇപ്പോൾ രേഖ രാജേഷ് കുമാർ എന്നുള്ള ഒരു പേരാണ് ആധാറിൽ വന്നതെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് 2 നെയിമും ഡിഫറൻ്റ് ആണെന്നുള്ള മെസ്സേജ് അവിടെ അപ്പിയർ ചെയ്യും. ആപ്ലിക്കേഷൻ തുടർന്ന് മുന്നോട്ട് പോവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കും സാർ ആധാർ അപ്ഡേഷൻ നല്ല സമയം എടുക്കും. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരും. കാരണം ആധാർ നമ്പർ കൊടുത്തപ്പോൾ നെയിം കൊടുത്തപ്പോൾ പേര് ഡിഫറൻസ് എന്ന് കാണിച്ചു, കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മുടെ മുന്നിൽ ഓപ്ഷൻ മറ്റൊരു ID കാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു ID കാർഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ഒക്കെയാണ് പറഞ്ഞത്. എനിക്കൊന്ന് കുറച്ചും കൂടെ ബെറ്റർ പാസ്പോർട്ട് ആയിരിക്കും. എനിക്കൊന്ന് തൽക്കാൽ സ്കീമിലൊക്കെ വളരെ ക്വിക്കായിട്ട് എനിക്കൊന്നൊരു 5 days കൊണ്ടൊക്കെ പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെന്ന് അറിയില്ല, വളരെ ക്വിക്കായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പാൻ കാർഡിന്റെ സാങ്കേതിക വശം കുറച്ച് കുട്ടികൾ കിട്ടുമെന്നുള്ള കാര്യം നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മറ്റൊരു ID കാർഡ്. ഇനി നിങ്ങൾക്ക് ഇതേ ID കാർഡ് തന്നെ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളൊരു വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് വേറെ ID കൊണ്ടുപോയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്യുമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 10th സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, കാര്യങ്ങളൊക്കെ. പിന്നെ ഇവര് പറയുന്നത് മൊബൈൽ വഴി ചെയ്തോട്ടെ അതിനെ കുറിച്ച് അത് എനിക്ക് തോന്നുന്നു സാറേ, അതൊരു എത്ര മൊബൈൽ ചെയ്യുമ്പോൾ യൂസർ ഫ്രണ്ട്ലി അല്ല. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മൊബൈൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മൊബൈലിൽ ഒരു കോള് വരികയോ കുറേ നേരം ആ മൊബൈലിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വീഡിയോസ് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ടൈം ഔട്ട് ആവും. പിന്നെ നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ ശരിക്കും വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി സിസ്റ്റം ആണ് ഇത്. അപ്പൊ മൊബൈൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സേഫ്റ്റിയും
പേയ്മെന്റ് ഒക്കെ പ്രത്യേകം ചെയ്യുമ്പോൾ പല ആൾക്കാര് ആദ്യം പേയ്മെന്റ് അടച്ചു പോയിട്ടില്ല. ഇല്ല. അപ്പൊ നല്ല കണക്ടിവിറ്റി ഉള്ള നല്ലൊരു നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു നല്ലൊരു നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റിയിലും അത്യാവശ്യം നല്ലൊരു കമ്പ്യൂട്ടറിലും ചെയ്യുന്ന ഒരാൾ, പിന്നെ കഴിയുന്നതും ഇത് ചെയ്ത് പരിചയമുള്ള ഒരാൾ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ എന്തായിട്ട് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, കാരണം ഇത് നമുക്കൊരു പരീക്ഷണത്തിനുള്ള ഒരു കാര്യമല്ലല്ലോ. കാരണം ആപ്ലിക്കേഷനിൽ എറർ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു കാര്യം. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റില്ല. ചെറിയ ചെറിയ പേരുകൾ ഇതിലൊക്കെ അത് കൃത്യമായിട്ട് പറയും. കഴിയുന്നതും നമുക്ക് കറക്ഷൻസ് ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ അത്യാവശ്യം ഇത് ചെയ്ത് പരിചയമുള്ള ഒരാളെ കയ്യിൽ കൊടുക്കുന്നതാണ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള കാര്യം. എനിക്ക് ഈ അക്ഷയയിലൊക്കെ പോകുമ്പോൾ അവര് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അവര് ചെയ്യുന്ന കാര്യം, കാരണം അവര് അവിടുത്തെ ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ ആ ഒരു നല്ല സർവീസാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. പക്ഷെ ഈ തിരക്കിന്റെ ഇടയിൽ എന്തെങ്കിലും, കാരണം ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് ഒക്കെ വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും ഭാവിയെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അതിൽ വരുത്തുന്ന ചെറിയ ഒരു എറർ പോലും നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിന് പുറകെ ഇരിക്കുന്നത് നിങ്ങൾക്ക്. പിന്നെ സാറേ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സ്വപ്നത്തിന്റെ പുറകിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിസ്സാരമായ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് അല്ലെ, അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിലും നമ്മുടെ ഒരു ഭാവിയിലൊക്കെ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ ഈ അക്ഷയയിൽ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ അവിടെ ഓഫാക്കി വെക്കുക. അല്ല സാർ, അതാ ഞാൻ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. കോച്ചിങ്ങിന് വരുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് വെരിഫൈ ചെയ്ത് ചെയ്യാം കേട്ടോ. നമ്മള് ഏകദേശം നല്ല 100% രജിസ്ട്രേഷന്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് സാർ തന്നെ. ഇപ്പം അല്ല, ഇനി അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് വരട്ടെ, നമുക്ക് ആൻസർ കൊടുക്കാം. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതിലൊന്നും ചെയ്യാം കേട്ടോ. സാർ, നമ്മുടെ മക്കളിനി 2025 എക്സാമിലേക്ക് എഴുതാൻ പോവാണ്. അവരോട് എന്താണ് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ? മക്കളെ, ഞാനും സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. കാരണം ദിസ് ഇസ് എ ഗെയിം ഓഫ് മൈൻഡ് അല്ലേ. എത്രത്തോളം ശക്തമായിട്ട് പൊരുതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അത്രത്തോളം നിങ്ങളുടെ എൻട്രൻസിന്റെ മാർക്ക് ഉയരും. അതിനുവേണ്ടി തീർച്ചയായിട്ടും സൈലൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ നവംബർ മാസത്തിൽ തന്നെ ആ കാര്യങ്ങളായിട്ട് വരും. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാം. നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.